അതിരാവിലെ തന്നെ പാരീസിലേക്ക് യാത്ര പുറപ്പെടുന്നതിനായി ഞങ്ങൾ ബാംഗ്ലൂർ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വിമാനത്താവളമാണിത്. കാണുന്ന വെർട്ടിക്കൽ ഗാർഡനുകൾ വിമാനത്താവളത്തിൻ്റെ ഭംഗി കുറച്ചുകൂടി കൂട്ടുന്നുണ്ട്. രാവിലെ 4 മണിക്കായിരുന്നു ദോഹയിലേക്കുള്ള വിമാനം. ഖത്തർ എയർവേസ് മുഖാന്തരമായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതെങ്കിലും ബാംഗ്ലൂരിൽ നിന്നും ദോഹയിലേക്ക് ഇൻഡിഗോ വിമാനത്തിലായിരുന്നു യാത്ര. ഏകദേശം 4 മണിക്കൂറോളം യാത്ര ചെയ്ത് ഖത്തർ സമയം രാവിലെ 5:45 ഹമാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൊന്നാണ് ഹമാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ടെർമിനലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രാൻസിസ്റ്റ് ട്രെയിൻ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നിറങ്ങിയ ടെർമിനലിൽ നിന്നും പാരീസിലേക്ക് പോകുന്ന ടെർമിനലിലേക്ക് യാത്ര ചെയ്യാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. 7 മണിക്കൂറോളം യാത്ര ചെയ്ത ശേഷം പാരീസ് സമയം 1:30 ഞങ്ങൾ പാരീസ് CDG എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷൻ സംബന്ധമായ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വളരെയധികം സമയമെടുത്തു. എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പാരീസിലാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ്. അതിനെ വരവേൽക്കുന്നതിനായി എയർപോർട്ടും പാരീസ് നഗരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പാരീസിലും നമ്മൾ യാത്ര ചെയ്തെത്തിയ ടെർമിനലിലെയും മറ്റ് ടെർമിനലുകളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സൗജന്യ ട്രാൻസിസ്റ്റ് ട്രെയിൻ സർവീസ് ലഭ്യമായിരുന്നു. ഇതുപയോഗപ്പെടുത്തി മെട്രോ സർവീസ് കൂടി ലഭ്യമായ എയർപോർട്ട് ടെർമിനലിലേക്ക് യാത്ര ചെയ്ത ശേഷം അവിടെ നിന്നും 5 ദിവസത്തേക്കുള്ള നാവിഗോ പാസ് എടുത്ത് ഹോട്ടലിലേക്കുള്ള യാത്ര ആരംഭിച്ചു. യാത്രാമധ്യേ പാരീസ് നഗരത്തിൻ്റെ പുറത്തുള്ള മേഖലകളിൽ കൂടിയാണ് നമ്മൾ കൂടുതലും യാത്ര ചെയ്തത്. ഇവിടുത്തെ വീടുകളുടെ മേൽക്കൂരകൾ കൂടുതലും ചരിച്ച് നിർമ്മിച്ചിരിക്കുന്നതായി ശ്രദ്ധിച്ചു. മഞ്ഞുകാലത്ത് മഞ്ഞ് വീണ് കെട്ടിക്കിടക്കാതെ പെട്ടെന്ന് താഴേക്ക് പോകുന്നതിന് വേണ്ടിയാകാം ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. ക്ഷീണം കാരണം അന്നത്തെ ദിവസം ഞങ്ങൾ പുറത്തേക്കൊന്നും യാത്ര ചെയ്തില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു ലഘു പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ആദ്യം പോകുന്നത് ലൂൺ മ്യൂസിയത്തിലേക്കാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്തുള്ള മാസി പലാസിയോ മെട്രോ സ്റ്റേഷനിൽ എത്തിയ ശേഷം അവിടെ നിന്നാണ് പാരീസ് നഗരത്തിലേക്കുള്ള യാത്ര. RER എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ട്രെയിൻ സർവീസാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. ഈ ട്രെയിൻ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനായി ഒരു പ്രത്യേക കമ്പനി തന്നെയുണ്ട്. സമീപത്ത് വലതുവശത്തായി കാണുന്നത് TGVയുടെ റെയിൽവേ സ്റ്റേഷനാണ്. TGV ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് SCNF എന്ന ഫ്രാൻസിൻ്റെ റെയിൽവേ കമ്പനി തന്നെയാണ്. ആദ്യ യാത്ര തന്നെ ഡയറക്ഷൻ തെറ്റിയാണ് ആരംഭിച്ചത്. പാരീസ് നഗരത്തിലേക്ക് പോകുന്ന RER B ട്രെയിനിൽ കയറേണ്ടതിന് പകരം എതിർദിശയിലേക്ക് പോകുന്ന RER B ട്രെയിനിലാണ് ഞങ്ങൾ കയറിയത്. 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും അമളി മനസ്സിലാക്കി അവിടെ ഇറങ്ങി പാരീസിലേക്ക് പോകുന്ന ട്രെയിൻ കാത്തു നിൽക്കാൻ ആരംഭിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പാരീസ് നഗരത്തിലേക്ക് പോകുന്ന ട്രെയിൻ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും ട്രെയിൻ കയറി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും മറ്റൊരു മെട്രോ ട്രെയിൻ കയറി വേണം ലൂൺ മ്യൂസിയത്തിന് സമീപമുള്ള സ്റ്റേഷനിൽ എത്തിച്ചേരാൻ. കുറച്ച് വൈകിയാണെങ്കിലും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ലൂൺ മ്യൂസിയത്തിൻ്റെ സൈറ്റിൽ ടിക്കറ്റ് ലഭ്യമാണെങ്കിലും ഞങ്ങൾ നോക്കിയ സമയത്ത് ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയത് കാരണം പുറത്തു നിന്നും ഒരു ഗൈഡ് ടൂറാണ് എടുത്തത്. ടിക്കറ്റിൽ അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ മ്യൂസിയം കാണാൻ കഴിയുമോ ഇല്ലയോ എന്ന സംശയത്തോടു കൂടിയാണ് ലൂൺ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ നടന്നത്. അവിടെ എത്തി നമുക്ക് ഗൈഡിനെ കാണാനുള്ള സ്ഥലം കണ്ടെത്താനായി പിന്നീടുള്ള ശ്രമം. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മ്യൂസിയമാണ് ലൂൺ മ്യൂസിയം. സീൻ റിവറിൻ്റെ വലതുകരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഒരു കാലത്തൊരു കൊട്ടാരമായിരുന്നു. ഗൈഡിനെ കണ്ടെത്തി അവരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്ലോട്ട് കഴിഞ്ഞുവെന്നും തൊട്ടടുത്ത സ്ലോട്ടിൽ പ്രവേശിക്കാമെന്നും പറഞ്ഞു. സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ് ആയത് കാരണം വലിയ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വളരെ നീളമേറിയ ക്യൂ ആണ്. ഉള്ളിലെത്താൻ മണിക്കൂറുകൾ എടുത്തെന്ന് തന്നെ ഇരിക്കും. ഗൈഡ് മ്യൂസിയത്തിലെക്കുറിച്ചും ഇവിടുത്തെ ഗൈഡ് ടൂർ എങ്ങനെയാണെന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ശേഷം ഞങ്ങൾ മ്യൂസിയത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മൊണാലിസയുടെ ചിത്രം, ഗ്രീക്ക് ദേവതയായ വിനസ് ഡിമിലോയുടെ ശില്പം, അതുപോലെ തന്നെ നെപ്പോളിയൻ്റെ അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ വിവിധങ്ങളായ ആകർഷണങ്ങൾ ലൂൺ മ്യൂസിയത്തിൽ നമുക്ക് കാണാനാകും. മൊണാലിസയുടെ ചിത്രത്തിലേക്കാണ് നമുക്ക് ഗൈഡ് ടൂർ ഉള്ളത്. ഗൈഡ് നമ്മളെ മൊണാലിസയുടെ ചിത്രം ഇരിക്കുന്ന ഭാഗത്ത് എത്തിച്ച ശേഷം തിരികെ പോകും. പിന്നീടുള്ളത് സെൽഫ് ഗൈഡഡ് ടൂറാണ്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും മൊണാലിസയുടെ ചിത്രം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട് ചിത്രം കാണുന്നതിനായി. 15-16 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ജീവിച്ചിരുന്ന ലിസ ഡെൽ ജിയോക്കൊണ്ടോ എന്ന സ്ത്രീയുടെ ചിത്രമാണ് പിന്നീട് മൊണാലിസ എന്ന പേരിൽ ലോകപ്രശസ്തമായതെന്നാണ് കരുതപ്പെടുന്നത്. ഇറ്റാലിയൻ നവോത്ഥാനത്തിൻ്റെ കാലത്ത് ലോകപ്രശസ്ത ചിത്രകാരനായ ലിയോണാർഡോ ഡാവിഞ്ചിയാണ് ഈ ചിത്രം വരച്ചത്. മോസ്റ്റ് വിസിറ്റഡ്, മോസ്റ്റ് റിട്ടൺ അബൌട്ട്, മോസ്റ്റ് സങ് അബൌട്ട് ആൻഡ് മോസ്റ്റ് പാരഡീഡ് എന്നാണ് മൊണാലിസയുടെ ചിത്രത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. ലൂൺ മ്യൂസിയത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് അഫ്രഡൈറ്റ് ഓഫ് മെലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശില്പം. അഫ്രഡൈറ്റ് എന്നത്
പുരാതന ഗ്രീക്ക് സംസ്കാരത്തിലെ ദേവതാ സങ്കല്പമാണ്. സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയാണ് അഫ്രഡൈറ്റ്. റോമൻ സംസ്കാരത്തിൽ വീനസ് എന്ന പേരിലാണ് ഈ ദേവതാ സങ്കല്പം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അഫ്രഡൈറ്റ് ഓഫ് മെലോസ് അഥവാ വീനസ് ഡി മിലോ എന്ന പേരിലാണ് ഈ ശില്പം അറിയപ്പെടുന്നത്. 1820 മിലോസ് ഐലൻഡിൽ നിന്നാണ് ഈ ശില്പം കണ്ടുകിട്ടുന്നത്. 1821 മുതൽ ഈ ശില്പം ലൂൺ മ്യൂസിയത്തിലെ കളക്ഷൻ്റെ ഭാഗമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന മ്യൂസിയമാണ് ലൂൺ. രണ്ടാം സ്ഥാനത്തുള്ളത് വത്തിക്കാൻ മ്യൂസിയമാണ്. ഏകദേശം 7,82,000 ചതുരശ്ര അടി വലിപ്പമുള്ള ഈ മ്യൂസിയത്തിൽ 6,82,000 ചതുരശ്ര അടിയോളം ഭാഗവും പെർമനൻ്റ് കളക്ഷൻസിന് വേണ്ടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. യോദ്ധാക്കളുടെ ശില്പങ്ങൾ, കിരീടങ്ങൾ, ആടയാഭരണങ്ങൾ, ചിത്രങ്ങൾ, പാത്രങ്ങൾ, പടക്കോപ്പുകൾ, ആയുധങ്ങൾ, മറ്റ് പല പ്രദർശന വസ്തുക്കൾ, പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നിരവധിയായ ശില്പങ്ങൾ, പഴയ പല കൊട്ടാരങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള രാജകീയ കളക്ഷനുകൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ പ്രദർശന വസ്തുക്കൾ നമുക്ക് ലൂൺ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. 12-13 നൂറ്റാണ്ടുകളിലായി ഫിലിപ്പ് രണ്ടാമൻ രാജാവാണ് ലൂൺ പാലസ് നിർമ്മിക്കുന്നത്. പിന്നീട് 1682 ലൂയി 14 പാലസ് ഓഫ് വേഴ്സാൽസിലേക്ക് താമസം മാറ്റുന്നതുവരെ ലൂൺ ഫ്രാൻസിൻ്റെ രാജകീയ തലസ്ഥാനമായിരുന്നു. അതിനുശേഷം രാജകീയ കളക്ഷനുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി ലൂൺ കൊട്ടാരം മാറി. 1789 ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായി ലൂയി 14 പരസ്യ വിചാരണ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഈ സ്ഥലം റവല്യൂഷൻ സ്ക്വയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം 1793 ലൂൺ ഒരു മ്യൂസിയമായി മാറി. 537ഓളം പെയിൻറ്റിങ്ങുകളും മറ്റ് പ്രദർശന വസ്തുക്കളുമൊക്കെയായാണ് അന്ന് മ്യൂസിയം ഓപ്പൺ ചെയ്തത്. പിന്നീട് നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ലൂൺ മ്യൂസിയത്തിൻ്റെ പേര് നെപ്പോളിയൻ തൻ്റെ പേരാക്കി മാറ്റുകയും ആ കാലഘട്ടത്തിലും ഒരുപാട് കളക്ഷനുകൾ ആഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിച്ചേരുന്ന മ്യൂസിയമാണ് ലൂൺ. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതിലും അപ്പുറം കളക്ഷൻസ് ഇവിടെയുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നും ബിർഹക്കിം മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്താണ് ഈഫൽ ടവർ. രാവിലെ വന്ന 6 ട്രെയിനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ മെട്രോകൾ. ഇതിൻ്റെ ടയറാണ് ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത്. ഇവ നഗരത്തിനുള്ളിൽ സോൺ 1 യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ് എന്നാണ് തോന്നുന്നത്. സോൺ 1 മുതൽ 5 വരേക്കും യാത്ര ചെയ്യാൻ 6 ട്രെയിനുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.